ഈ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം വഹിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പാസ്റ്ററെയും കുടുംബത്തെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുമക്കളെയും ഞാൻ അറിയിക്കുന്നു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വച്ചിരിക്കുന്നു. വൃക്ഷമിങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനിയും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് നാം നമ്മുടെ പ്രദേശത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ലോകം മുഴുവൻ രക്ഷിക്കപ്പെടണമെന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. നാമും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. എന്നാൽ നാം ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിൽ ചിന്തിക്കേണ്ടത് കൊരട്ടി പ്രദേശത്ത്, കൊരട്ടി, മുരുങ്ങൂര്, ചാലക്കുടി, മേലൂര്, കാടുകുറ്റി, ഈ ചുറ്റുപാട് പ്രദേശത്തുള്ളവർ എല്ലാവരും മാനസാന്തരപ്പെടണം, വിളിച്ചു പറയണം. യോഹന്നാനെ പോലെ വിളിച്ചു പറയണം, മാനസാന്തരപ്പെടുകയും എന്ന് സഹോദരനോട് പറയണം, സഹോദരിയോട് പറയണം, ജീവിത പങ്കാളിയോട് പറയണം, മക്കളോട് പറയണം, നമ്മുടെ നെയ്ബറോട് പറയണം, നമ്മുടെ സഹപ്രവർത്തകരോട് പറയണം. ആരൊക്കെ നാം പരിചയപ്പെടുന്നുവോ അവരോടൊക്കെ നാണമില്ലാതെ പറയണം, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇത് യോഹന്നാൻ പറഞ്ഞത് അന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, ലോകാവസാനം വരെയുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ദൈവം അദ്ദേഹത്തെ കൊണ്ടത്. എവിടെയാണത് പറഞ്ഞിരിക്കുന്നത്? മത്തായി 3:2-3. ആരെങ്കിലും ഒന്ന് വായിച്ച്. മരുഭൂമിയിൽ വിളിച്ചു പറയണവന്റെ വാർത്താവിത് കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യേശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. 10-ാം വചനം ഒന്ന് വായിച്ച്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. യാതൊരു സംശയവുമില്ല. ദൈവം ക്ഷമിക്കുന്നവനാണ്, സ്നേഹവാനാണ്, കാരുണ്യവാനാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവം നീതിമാനാണ്, ദൈവം സത്യം പ്രവർത്തിക്കുന്നവനാണ്. ദൈവം പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ ഫലം തരാത്ത വൃക്ഷങ്ങളെ വെട്ടി തീയിലിട്ട് നശിപ്പിച്ചു കളയും. അതിന് ഇടവരുത്താത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ നാം ഒന്ന് വിശുദ്ധീകരിക്കണം. കാലം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതെത്രയോ നാളായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടല്ലേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവരാജ്യം നമ്മുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. അത് നാം ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രളയമോ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു ഭീകര അന്തരീക്ഷമോ ആയിട്ടല്ല അത് വരുന്നത്. ദൈവം നമ്മെ വിളിക്കുന്ന ഒരവസരം. അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ വിരിഞ്ഞിരിക്കുകയും മാനസാന്തരത്തിൻ്റെ ഫലം ആയി. ഈ ചർച്ചിലായിരിക്കുന്ന ആരെങ്കിലും ഇനി മാനസാന്തരപ്പെടാനുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവിവേകമാണോന്ന് എനിക്കറിയില്ല. മാനസാന്തരപ്പെടാനുണ്ടോ? കുറേ നാളുകളായിട്ട് നാം കൂദാശകൾ സ്വീകരിച്ചു, അല്ലെങ്കിൽ പള്ളിയിൽ പോയി മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ മുഴുകി അതിനോടെല്ലാം വിട പറഞ്ഞ് നാം ഒരു പ്രത്യേക പദവിയിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവമക്കൾ എന്നുള്ളൊരു പദവി.
എന്നിട്ടും മാനസാന്തരപ്പെടാത്തവരുണ്ടോ? എന്താണ് മാനസാന്തരം? ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് എതിരായിട്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരുണ്ടോ? ആരുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരും ചിന്തിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്നിൽ ഉളവാകുന്നുണ്ടോ? ഞാൻ മാനസാന്തരപ്പെട്ടെങ്കിൽ, ഞാൻ ഒന്നിനെ ഉപേക്ഷിച്ച് ഞാൻ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്, ദർശനത്തിലേക്ക് വന്നെങ്കിൽ എന്ത് കാണാൻ സാധിക്കും? എന്നിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ എന്ന് യോഹന്നാൻ ഉദ്ദേശിച്ചു. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കണം. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ആ ജീവിത ശൈലികൾ, നിങ്ങളുടെ ദർശനങ്ങൾ, നിങ്ങളുടെ എല്ലാം ദൈവത്തിന് പ്രീതികരമായിരിക്കണം. മനുഷ്യർക്ക് പ്രീതികരമായ പോരാ, മനുഷ്യരെ തൃപ്തിപ്പെടുത്താനും പ്രീതികരമാക്കാനും എളുപ്പമാണ്, അല്ലേ? പക്ഷേ എല്ലാം കാണുന്നവൻ, നിങ്ങളുടെ മനസ്സുകളെ വായിക്കുന്നവൻ, നിങ്ങളുടെ ചിന്തകളെ നിരൂപിക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ നിങ്ങളെ എങ്ങനെയാണ് അളക്കുന്നത്? മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉളവാക്കുന്നവരായിട്ട് മാറണം. നാം രക്ഷിക്കപ്പെട്ടു, ശരിയാണ്. നാം നേരത്തെ പാട്ടുപാടിയ ബ്രദർ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയിലായിരുന്നു. അവിടെ നിന്ന് രക്ഷാമാർഗത്തിലേക്ക് വന്നു. അതേപോലെ ഞാനും, പലരും ഓരോ വ്യത്യസ്ത മാർഗങ്ങളിൽ നിന്നാണ് ദൈവത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും എന്തോ ഒരു കരട് കിടക്കുന്നില്ലേ? ആ കരടാണ് എന്തിന് തടസ്സമാകുന്നത്? മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തടസ്സമാകുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? പോൾ മൂത്തേടം പാസ്റ്ററും ഞാനുമായിട്ട് എന്താണ് വ്യത്യാസം? അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ എനിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കണം, എന്തുകൊണ്ട് എനിക്ക് പോൾ സാറിനെ പോലെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റുന്നില്ല? ഇപ്പം ഞാൻ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ പുറകോട്ട് പോകുന്നെങ്കിൽ എന്നിൽ എന്തോ തകരാറ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉപവസിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വേണ്ടതുപോലെ ഏകാഗ്രതയോടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് എന്നിൽ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, എൻ്റെ കാര്യം തന്നെ ഞാൻ കോട്ട് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ, ഞാൻ ദൈവ പൈതലായി തീർന്നാൽ എന്നിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കണം. അത്തി കായ്ക്കാത്തത് കൊണ്ട്, ഫലം തരാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അതിന് ശപിച്ചു. അത്തിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷേ അത്തി ഫലം തരാത്തത് കൊണ്ടാണ് ദൈവം അതിനെ ശപിച്ചത്. നമ്മെ ശപിക്കാൻ നമ്മളിൽ യാതൊരു കുറ്റവും കാണുന്നില്ല, പക്ഷേ ഗുണം കാണുന്നില്ലെങ്കിൽ സംതിങ് റോങ്. നമ്മിൽ വല്ല കുറ്റമുണ്ടോ? എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ചയും വരുന്നു, വെള്ളിയാഴ്ച വരുന്നു, അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിങ്ങിന് വരുന്നു. അങ്ങനെ അങ്ങോട്ട് ഒരു കത്തോലിക്കരെ പോലെ, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ പോലെ പോകാനാണോ നാം മനസ്സാന്തരപ്പെട്ടത്, നാം സ്നാനപ്പെട്ടത്? ആണെങ്കിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നത് പോലെ വീണ്ടും മനസ്സാന്തരപ്പെടേണ്ടി വരും. മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ വൃക്ഷത്തിന് കോടാലി വച്ചിരിക്കുന്നു, ഫലം തരാത്ത വൃക്ഷങ്ങളെ പോലെ നമ്മെയും വെട്ടി തീരും. അത് സംഭവിക്കാതിരിക്കാൻ നാം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. മനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേക ശ്രദ്ധ. യെഹെസ്കേൽ 22-ാം അധ്യായം 30-ാം വചനം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്
ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഒരു പുരുഷനെ, 1000 പുരുഷനാന്ന് പറഞ്ഞേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടത്. ഞാൻ മതില് കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് 100 പേരെ 1000 പേരെ അന്വേഷിച്ചില്ല, ഒരു മനുഷ്യനെ ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതായി. കണ്ടോ? എൻ്റെ മുന്നിൽ എത്രയോ മക്കളിരിക്കുന്നുണ്ട്, എത്രയോ സുവിശേഷ പ്രസംഗകരുണ്ട്, എത്രയോ ദൈവത്തിന് വേണ്ടി പാടുപെടുന്നവരുണ്ട്. ഒരു മനുഷ്യനെ അന്വേഷിച്ചിട്ട്, ഈ അനുഗ്രഹ ചർച്ചിൽ നിന്ന് ഒരു മനുഷ്യനെ ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവത്തിന് നിരാശനാകേണ്ടി വരരുത്. ഓക്കെ. ഉൽപ്പത്തി 6-ാം അധ്യായം 6, 7, 8. യഹോവ അനുദപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. കണ്ടോ? എന്ത് സന്തോഷത്തോടെ, എന്ത് പ്രതീക്ഷയോടെയാണ് ഇതിനെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് എന്ത് ചെയ്തു? എന്താണ് സംഭവിച്ചത്? ഞാൻ ഇതിനെക്കുറിച്ച് അനുദപിക്കുന്നു. ദൈവത്തിന് ദുഃഖമായി. ആദ്യകാലം തുടങ്ങി ആ ദുഃഖം മാറ്റാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നതും പുതിയൊരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ വന്നതും. എന്നിട്ടും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നമ്മെക്കുറിച്ച് ഇതുപോലെ ദൈവം ദുഃഖിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. അന്ന് ദൈവം ദുഃഖിക്കുന്നു, അത് നേരിട്ട് പറയാണ്. പക്ഷേ ഇന്ന് പറയുന്നില്ല. നാം ചിന്തിക്കണം, ദൈവം എന്നെ ഭൂമിയിൽ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? എൻ്റെ സൽപ്രവൃത്തികൾ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കേണ്ടതിന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ടാണ് ദൈവം സന്തോഷിക്കും, മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് പലരെക്കുറിച്ചും ദൈവം ദുഃഖിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ദുഃഖിക്കരുത്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നിവിടെ വരുന്നവരെയും എന്നെക്കുറിച്ച് ഏതെങ്കിലും കാര്യത്തിന് ദൈവം ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ കഷ്ടം. നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞ് ക്ഷമ ചോദിക്കുക. ദൈവമേ, എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ ഏതെങ്കിലും വിചാരം കൊണ്ട്, എൻ്റെ ഏതെങ്കിലും കാര്യം കൊണ്ട് ദൈവം വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു തരത്തിലും ദൈവത്തെ വേദനിക്കും. നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് നമുക്കെല്ലാം തരുന്ന, നേരത്തെ ബ്രദർ പറഞ്ഞതുപോലെ എല്ലാം തരുകയല്ലേ. ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, സമയം തരുന്നു. ഇനി എന്താ തരേണ്ടത്? എന്താണ് നിങ്ങൾക്കിനി തരേണ്ടത്? എന്താണ്? എന്തെങ്കിലും തരാതിരിക്കുന്നുണ്ടോ? എല്ലാം ദാനമായി നൽകുന്നതല്ലേ. എല്ലാം നൽകിയിട്ടും ദൈവത്തിന് വേദന കൊടുക്കുന്നൊരവസ്ഥ നമ്മിൽ നിന്ന് ഉണ്ടാകുമോ? ദൈവം ഇങ്ങനെ ശപിക്കരുത് അല്ലെങ്കിൽ വേദനിക്കരുത്. ചില കുട്ടികളൊക്കെ ഇങ്ങനെ മോശമായിട്ട് ഡ്രിങ്ക്സൊക്കെ ഉപയോഗിച്ച് അവർ വഷളായിട്ട് നടക്കുമ്പോൾ മാതാപിതാക്കൾ ഓ എന്ത് കഷ്ടം എന്ന് പറയുമ്പോൾ അതെന്തൊരു വേദനയാണത് അല്ലേ. ഞാൻ മടുത്തു. എത്ര അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി, എത്ര കൗൺസിലിംഗ് നടത്തി, എത്ര കൊല്ലമായി ഓ എന്ന് പറയുന്നൊരു വേദന തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ പിതാവ് ചിലപ്പോൾ നേരത്തെ ഇതൊക്കെ ഉപയോഗിച്ച് കാണും, അല്ലെങ്കിൽ വർഷമായിട്ട് നടന്നു കാണും, മാനുഷിക ബലഹീനത അദ്ദേഹത്തിനുണ്ടായി കാണും. പക്ഷേ പരിശുദ്ധനായ ദൈവമാണ് പറയുന്നത്, ഓ എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒന്ന് വേദനിപ്പിക്കാൻ ഇടവരരുത് കേട്ടോ, ഇടവരരുത്. ദൈവത്തെ നേരിട്ടൊന്നും വേദനിപ്പിക്കില്ല. അപ്പച്ചനെ ഒന്ന് വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചങ്ക് തകരുന്നു. അമ്മച്ചിയെ ഒന്ന് വേദനിപ്പിക്കുമ്പോൾ, അമ്മച്ചി മോനെ എന്നോടത് വേണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ചങ്കാണ് തകരുന്നത്. ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുമ്പോൾ
ദൈവമാണ് കരയുന്നത്. ദൈവം മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ഒരു പുരുഷനെ സ്ത്രീയോടും സ്ത്രീയെ പുരുഷനോടും ഇങ്ങനെ ചേർത്ത് നിനക്കിത് തക്ക തുണയായിട്ട്, ഇണയായിട്ട് മാത്രമല്ല മകനെ, തുണയായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് തരുമ്പോൾ ആ ജീവിതം ദൈവം അത് കൂട്ടിച്ചേർത്തതല്ലേ. മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ആ കൂട്ടിച്ചേരൽ ഏതെങ്കിലും തരത്തിലൊന്ന് വേദനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കും. അങ്ങനെ വേദനിക്കാൻ ഇടവരുന്നു. ഒരു കാരണവശാലും ദൈവം നമ്മെ കൊണ്ട് കരയരുത്, ദുഃഖിക്കരുത്. ഇവനെ സൃഷ്ടിച്ചത് ഞാൻ വേദനിക്കാൻ കാരണമായല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, എവസ്കേലിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് പറയുന്നത് പോലെ ഈ 2024 പറയാതിരിക്കാൻ, അങ്ങനെ ദൈവം ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിട്ട് മാറണം. ഓക്കെ, യെരമിയ 5:1. യെരമിയ 5:1. ആശയം എല്ലാവരും കേട്ടത് വിചാരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവരുണ്ടോ? ഒരുത്തൻ കാണുമോ എന്ന് യെരൂസലേമിന്റെ വീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവിൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. കണ്ടോ? കണ്ടുവെങ്കിൽ, അന്വേഷിച്ചിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവനോട് ക്ഷമിക്കും. അപ്പൊ ദൈവം അന്വേഷിക്കുമ്പോൾ ദൈവത്തിനത് ബോധ്യപ്പെടണം. കാണുക എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുക. അങ്ങനെ ഇപ്പോഴും ദൈവം യെരമ്യയുടെ കാലത്ത് ഇപ്പോഴും ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലിരുന്ന് നോക്കുന്നു, അല്ല, സ്വർഗത്തിലിരുന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു. എൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരുണ്ടോ? എന്നെ അനുസരിക്കുന്നവരുണ്ടോ? എന്നെ ബഹുമാനിക്കുന്നവരുണ്ടോ? എന്നെ ആരാധിക്കുന്നവരുണ്ടോ? എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുണ്ടോ എന്ന് ദൈവം നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ ദൈവം. ഓക്കെ, സങ്കീർത്തനം 106:22-23. സങ്കീർത്തനം 106, 22-23. കണ്ടോ? അവരെ നശിപ്പിച്ചു കളയാൻ ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചപ്പോൾ ദൈവം എന്ത് തീരുമാനിച്ചു? അവരെ നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചു. മോശ അവർക്ക് ഇടയിൽ നിന്നില്ലായിരുന്നെങ്കിൽ, മോശ അവർക്ക് ഇടയിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവം പരട്ടി പ്രദേശത്ത് പലരെയും ദൈവം നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം, മുട്ടുകുത്തണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, അവർ ചെയ്യുന്നത് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണം. എത്ര ദിവസം ഉപവസിക്കണം? അവർ മനസ്സാന്തരപ്പെടുന്നവരെ ഉപവസിക്കണം. പക്ഷെ എന്താ പറഞ്ഞത്? എന്നെ വേണമെങ്കിൽ ഒഴിവാക്കിക്കോ, ഞാൻ ഈ ജനത്തെ. അതാണ് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത. മറ്റുള്ള എൻ്റെ ജീവിത പങ്കാളിയെ രക്ഷിക്കണം. എൻ്റെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടുന്നത് വരെ ഞാൻ ഇടിവിൽ നിൽക്കും. എൻ്റെ മകൻ മാനസാന്തരപ്പെടുന്നത് വരെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എൻ്റെ മകൾ മാനസാന്തരപ്പെടുന്നത് വരെ, എൻ്റെ ജനം മാനസാന്തരപ്പെടുന്നത് വരെ ഞാൻ ഉപവസിക്കും. മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ, കണ്ടോ? അപ്പൊ നാം രക്ഷപ്പെട്ടത് എങ്ങനെയാ? യേശുക്രിസ്തു എന്ന ആ രക്ഷകൻ, പിതാവേ പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ എന്ന്
കുരിശിൽ കിടന്ന് കരഞ്ഞ് പറഞ്ഞതുകൊണ്ടാണ് നാം രക്ഷപ്പെട്ടത്. നമ്മുടെ മിടുക്കുകൊണ്ടല്ല, അതുകൊണ്ട് മാത്രം, യാതൊരു യോഗ്യതയില്ല, അതുകൊണ്ട് മാത്രമാണ് നാം രക്ഷപ്പെട്ടത്. നാം ചെയ്ത പാപങ്ങളെ ഓർക്കുമ്പോൾ, നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത അകൃത്യങ്ങളെ ഓർക്കുമ്പോൾ ഒരിക്കലും നാം രക്ഷപ്പെടേണ്ടവരല്ല, നാം ഇവിടെ ഇരിക്കേണ്ടവരല്ല. യേശുക്രിസ്തു എന്ന നല്ലൊരു മധ്യസ്ഥനുണ്ടായിരുന്നതുകൊണ്ട്, ഇപ്പോഴും ഉള്ളതുകൊണ്ട്, ഇപ്പോഴും നാം സ്നാനപ്പെട്ടിട്ടും പാപം ചെയ്തില്ലേ? നാം കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടും പാപം ചെയ്തില്ലേ? പാപം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ ആരാ അനുവാദം തന്നത്? യേശുക്രിസ്തു എന്ന നിത്യപുരോഹിതൻ. അച്ഛൻ ബലിയർപ്പിച്ചതുകൊണ്ടല്ല, അച്ഛൻ പാട്ട് പാടിയതുകൊണ്ടല്ല, നിത്യപുരോഹിതൻ അവിടെ ഉള്ളതുകൊണ്ട് ആ നിത്യപുരോഹിതൻ നമ്മെ എപ്പോഴും എപ്പോഴും പിതാവേ, ഒരു അഡ്വക്കേറ്റായിട്ട് അവിടെ ഇരിക്കുകയാണ്. അവരോട് ക്ഷമിക്കണേ, അറിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞല്ലോ, അവനോട് അവളോട് ക്ഷമിക്കണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരവാദിത്വം? അതങ്ങനെ ഒരു മധ്യസ്ഥനുണ്ടല്ലോ. ആ മധ്യസ്ഥൻ എപ്പോഴും അഡ്വക്കേറ്റിന് പണം കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഹാജരായിക്കോളും, ഞാൻ പോകണ്ട, എനിക്ക് കേസുണ്ട്. അഡ്വക്കേറ്റിന് പണം കൊടുത്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് എപ്പോഴും ഹാജരായിക്കോളും. കേസ് തള്ളി വയ്ക്കും, അല്ലെങ്കിൽ നീട്ടി വയ്ക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ. അങ്ങനെ ഒരു അടിതരം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് കാശ് വാങ്ങിക്കുന്ന അഡ്വക്കേറ്റ് അല്ല, രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിച്ച നിത്യപുരോഹിതനാണ്. ആ രക്തത്തിന് വില കൽപ്പിക്കണം. ഞാൻ ഒഴുക്കേണ്ട രക്തം, ഞാൻ എത്ര ഒഴുകിയാലും എനിക്ക് രക്ഷ കിട്ടാത്ത അവസ്ഥയിൽ, എൻ്റെ രക്തം മുഴുവൻ കളഞ്ഞാലും എനിക്ക് നിത്യജീവൻ കിട്ടുമോ, പാപമോചനം കിട്ടുമോ? ഇല്ല. കാരണം എൻ്റെ രക്തം അശുദ്ധമാണ്. ശുദ്ധമായ പരിശുദ്ധമായ രക്തം ഒരിക്കൽ മാത്രമേ ആ ബലി ദൈവം സ്വീകരിക്കുകയുള്ളൂ. അതിനൊരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന്റെ രക്തമാണ് നമുക്ക് വേണ്ടി ചിന്തിയത്. ആ രക്തത്താലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ആ യേശുക്രിസ്തു നമുക്ക് വേണ്ടി, മോശ അവർക്ക് വേണ്ടി ഇടിവിടുന്നത് പോലെ യേശുക്രിസ്തു ഒരിക്കൽ മാത്രമല്ല, ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് നിൽക്കുന്നു. പാപികൾക്കും കൊള്ളക്കാർക്കും എല്ലാ വൃത്തികെട്ട മനുഷ്യർക്കും വേണ്ടി നിൽക്കുന്നു. അത് അവർക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയ ദൈവജനമേ, നമ്മളെങ്കിലും അത് ഓർത്തില്ലെങ്കിൽ നമ്മളത് ഓർത്ത് കരയേണ്ടി. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവദാസന്മാരിൽ നിന്നും നമ്മളെക്കുറിച്ച് ഒരു വേദനിക്കുന്ന ഒരനുഭവം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, ഉൽപ്പത്തി 18:25. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. ഉൽപ്പത്തി 18:25. ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദുഷ്ടന്മാരെ പോലെ ഒരിക്കലും, അതാണോ 18:25? നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാൻ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപതി നീതി പ്രവർത്തിക്കാതിരിക്കുന്നു. സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? സർവഭൂമിക്കും ഒരു ന്യായാധിപനുള്ളൂ. ഇവിടെ പല ന്യായാധിപന്മാരുണ്ടാവും. സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമെന്ന്. നിങ്ങൾ എത്ര ദുഷ്ടന്മാരുടെ ഇടയിൽ താമസിച്ചാലും, നിങ്ങൾക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും നിങ്ങൾ വിഷമിച്ചു പോകണ്ട. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നോ, നീതി പ്രവർത്തിക്കുന്നവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓക്കെ, 2 ദിനവൃത്താന്തം 7:14. 2 ദിനവൃത്താന്തം 7:14.
ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എൻ്റെ ജനം എന്ത് ചെയ്യണം? നമ്മുടെ കൺക്ലൂഷനിലേക്ക് പോവാണ് മാനസാന്തരത്തിൻ്റെ. എൻ്റെ ജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്യണം? തങ്ങളെ തന്നെ താത്തണം. ഇത്രയും നാൾ നമ്മളെവിടെയായിരുന്നു? ഇത്രയും നമ്മളെങ്ങനെയായിരുന്നു? നമ്മൾ മുകളിലായിരുന്നു. നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ സുവിശേഷ വില ചെയ്യുന്നു, നമ്മളിങ്ങനെ മുകളിൽ. ഇനി എന്ത് ചെയ്യണം? മുട്ടുമടക്കണം. നമ്മൾ താഴണം. എവിടെയും നമ്മൾ താഴ്ന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കണം, മറ്റുള്ളവരുടെ മുഖമല്ല. എൻ്റെ ജനം തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ദുർമാർഗങ്ങളെ വിടണം. അല്ലാതെ താഴ്ത്തിക്കൊണ്ട് കാര്യമില്ല. ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ എവിടെ നിന്ന് കേൾക്കുന്നു? സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നു. ഇപ്പം നമ്മൾ പറയുന്നതെല്ലാം, നമ്മൾ അപേക്ഷിക്കുന്നതെല്ലാം സ്വർഗത്തിൽ നിന്ന് ദൈവം കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും കോടി ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അവിടെ എത്തുമോ? ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഇന്ന ആളുടെയാണെന്ന് ദൈവത്തിന് മനസ്സിലാവുമോ? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, തൻ്റെ ജനം തന്നെ താഴ്ത്തി ദുർമാർഗങ്ങളെ വിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. എന്നിട്ട് എന്ത് ചെയ്യും? അവരുടെ ദേശത്തിന് സൗഖ്യം വരും. ദേശത്തിന് സൗഖ്യം വരുത്താന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ മാത്രമല്ല, ക്യാൻസർ മാത്രമല്ല, എല്ലാവിധ സൗഖ്യവും അതിലുപരി ആന്തരിക സൗഖ്യവും തരും. അങ്ങനെ ഒരു സൗഖ്യം ലഭിച്ചാൽ ഈ കൊരട്ടി എങ്ങനെ ഇരിക്കും? ഈ കൊരട്ടിയിലെ ജനങ്ങളെ മുഴുവൻ മുട്ടുകുത്തിക്കുന്നതിന് മുമ്പ് ഈ അനുഗ്രഹ ചർച്ചിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? തൻ്റെ ദുർമാർഗങ്ങളെ ഒന്ന് വിട്ടുകളയണം. ദുർമാർഗങ്ങൾ ഉണ്ടോ? ദുർമാർഗങ്ങളുണ്ടോ? യെശയ്യ 59 1 വായിച്ച്. യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. രക്ഷിക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. പിന്നെന്താ പ്രശ്നം? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ദൈവത്തെയും നമ്മെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന ഒരു മതിലെന്താണ്? അകൃത്യം. ഇവിടെ നേരത്തെ വായിച്ചതാണ്, നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ദേശത്തിന് ദേശീയ പറയുന്നത് എന്താണ്? നിങ്ങളുടെ അകൃത്യങ്ങളാണ് ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റും. ദുർമാർഗം തന്നെ അകൃത്യം. എന്താണ് ഈ അകൃത്യം? നമുക്ക് വല്ല അകൃത്യമുണ്ടോ? വ്യഭിചാരമുണ്ടോ? കൊലപാതകമുണ്ടോ? അകൃത്യം ചെയ്യുന്നവരാണോ? അല്ല. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യതയില്ലായ്മ, ഡിസോർഡർ. ഇതാണ് അകൃത്യം. കൃത്യം, അകൃത്യം. കൃത്യതയില്ലായ്മ, സമയത്തിന് ദൈവാലയത്തിൽ മുട്ടുകുത്താതിരിക്കുക. ട്രെയിൻ 10:50 എപ്പോൾ ചെല്ലും റെയിൽവേ സ്റ്റേഷനിൽ? ട്രെയിൻ ലേറ്റ് ആകുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 3 മണിക്കൂർ മുമ്പ് എത്തണം. അപ്പോൾ 3 മണിക്കൂർ അവിടെ ചെന്ന് ഇങ്ങനെ കാത്ത് കെട്ടിയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കയറി ഒരു ചാറ്റയും കൊടുത്ത് പിന്നെ ചായ കുടിച്ച്. അനുഗ്രഹ ചർച്ചിൽ പ്രാർത്ഥന 10 എപ്പോൾ വരും? അകൃത്യം, കൃത്യതയില്ലായ്മ. പ്രാർത്ഥന, ഉപവാസം, എല്ലാം ദൈവത്തിന് ചെയ്യേണ്ട കാര്യത്തിലാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത്. എല്ലാം ദൈവം ക്ഷമിക്കില്ലേ?
പോലീസുകാരുടെ മുമ്പിൽ സല്യൂട്ട് അടിക്കാം, ഇൻകം ടാക്സ് എല്ലാ ഓഫീസർമാരുടെ മുമ്പിലും ദൈവത്തിനും ദൈവജനത്തിനും കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അകൃത്യം ചെയ്യുന്നവരാണ് നമ്മൾ. അങ്ങനെ അകൃത്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? ദൈവത്തെയും നമ്മെയും ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. ഭിന്നിപ്പിച്ചാൽ ഒരനുഗ്രഹവും കൂടെ വരില്ല. അപ്പൊ ദുർമാർഗങ്ങളെ വിട്ടുകളയണമെങ്കിൽ, മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ അകൃത്യം നിറവേറ്റാത്തവരായി കൃത്യതയോടുകൂടി കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നവരും കൃത്യസമയത്ത് ഉറങ്ങുന്നവരും കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവരും കൃത്യസമയത്ത് ദശാംശം കൊടുക്കുന്നവരും എല്ലാ വേലയും കൃത്യമായിട്ട് ചെയ്യുന്നവരും ഭൗതികമായാലും ആത്മീയമായാലും ദൈവത്തിൻ്റെ ജനം കൃത്യതയുള്ളവരാണെന്ന് മറ്റുള്ളവർ പറയണം. ഇങ്ങനെ 9:50 ഇങ്ങനെ ചർച്ചിലേക്ക് ഒഴുകി വരുമ്പോൾ അതെന്താണ്? 9:50 തുടങ്ങി 10 മിനിറ്റത്തേക്ക് ദൈവജനങ്ങൾ വടവടാന്ന് വരുന്നു. 10 മണി കഴിഞ്ഞാൽ പിന്നെ ആരും വരുന്നില്ല. അതെന്താ? ഷാർപ്പാണല്ലോ. ക്ലോക്ക് തിരിച്ചു വയ്ക്കേണ്ട. അതെ, 9:50 10 എന്താ കാരണം? 9:50 വടവടാന്ന് ഒഴുകുന്നു. 10 മണി കഴിഞ്ഞാൽ പിന്നെ ആരും പോകുന്നില്ല. അവിടെ എന്താ പ്രത്യേകത? 9:50 അവിടെ സോങ് തുടങ്ങും, 10 മണിക്ക് ആരാധന തുടങ്ങും. ദൈവത്തിൻ്റെ മക്കൾ ദുർമാർഗങ്ങളെ വിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം ഈ ദേശത്തിന് ദുർമാർഗങ്ങളെ വിടണം. നിക്കോദോമസിനോട് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം. വീണ്ടും ജനന അനുഭവമാണ്. എന്താണ് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു കുഞ്ഞിനെ പോലെ, ശിശുവിനെ പോലെ ആയിത്തീരുക. ശിശുവിനുള്ള പ്രത്യേകത ആരോടും പരിഭവമില്ല. ഒരു കുഞ്ഞിനെ 1 വയസ്സ് 2 വയസ്സായ കുഞ്ഞ് കുസൃതിയെ കാണിക്കുമ്പോൾ മാതാപിതാക്കളെ അടിച്ച് ഇത്തിരി വേദനിപ്പിച്ചു. വലിയ കുസൃതിയെ കാണിച്ചത്, വലിയ കുസൃതി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അങ്ങോട്ട് ഉന്തിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു. നല്ല സ്നേഹമൊക്കെ ഉണ്ട് വാവയോട്, പക്ഷെ കമ്പ്യൂട്ടർ പുതിയത് വാങ്ങിച്ചാൽ 2 ദിവസമായുള്ളൂ, അത് ഉന്തിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു. വാവയോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ഈ കമ്പ്യൂട്ടറിൻ്റെ ആ വിലയെയും പ്രാധാന്യത്തെയും ഓർത്തിട്ട് എന്ത് ചെയ്തു? വാവേനെ ശരിക്കും അങ്ങോട്ട് അടിച്ചപ്പോൾ ഡാഡിക്കും മമ്മിക്കും സങ്കടമായി. വാവ കരഞ്ഞ് കുറേ മാന്തലും തല്ലലും പിച്ചിലൊക്കെ കഴിഞ്ഞ് വാവ കിടന്നറിയും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാവ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് 2 മുമ്പോട്ട് കാണും. വാവേനെ അടിച്ചതും വാവ കരഞ്ഞതൊക്കെ വാവ മറന്നുപോയി. വാവ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊടുക്കണം. നമ്മളാണെങ്കിലോ ആ വാവയുടെ ഹൃദയം പോലെ. അതാണ് നീ അമ്മയുടെ തലത്തിൽ പോയി വീണ്ടും ജനിച്ചു വരാൻ പറയുന്നത്. എന്താണ്? ആ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായവരെ. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം? നമ്മൾ 50 കിലോ 60 കിലോ 70 കിലോ 50 കിലോ ഒക്കെ ഉണ്ടാവും, താടി മുടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവം കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്ന ആ കുട്ടിക്കകളായിട്ട് കുഞ്ഞു മക്കളില്ലേ? 2 മക്കളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചില്ലേ? അതുപോലെ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നവരെ ദൈവത്തിന് തോന്നണം. നിഷ്കളങ്കരായിരിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം. ദൈവത്തിന് ഇങ്ങനെ വാരി പുണരാൻ തോന്നണം. അതാണ് നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ജനിച്ച ശിശുവിനെ പോലെ ചിരിക്കണം, ഇന്ന് ജനിച്ച ശിശുവിനെ പോലെ കളിക്കണം, ഇന്ന് ജനിച്ച ശിശുവിനെ പോലെ അഴുക്കില്ലാത്തവരായിരിക്കണം. യാതൊരു ആർത്തിയോ ലൈംഗിക തൃഷ്ണയോ മദ്യപാനാസക്തിയോ കുഞ്ഞിനുണ്ടോ? കുഞ്ഞിന് സിഗരറ്റ് വലിക്കുമോ? കുഞ്ഞിന് ലൈംഗിക തൃഷ്ണയുണ്ടോ? കുഞ്ഞിന് വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? കുഞ്ഞിന് പകയുണ്ടോ? കുഞ്ഞിന് വിദ്വേഷമുണ്ടോ? എന്തെങ്കിലും ദുർഘടങ്ങൾ കുഞ്ഞിനുണ്ടോ? ആ കുഞ്ഞിനെ പോലെയായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുകയും നിങ്ങളുടെ നാടിന് എല്ലാവിധ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്യും. 2 ദിനവൃത്താന്തം 6:26-27. അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട്
നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. ഇത് തന്നെ ആശയം തന്നെയാണ്. എല്ലാം നമ്മൾ ചിന്തിക്കുന്ന ഒരേ ആശയം തന്നെയാണ്. ദുർമാർഗ്ഗങ്ങളെ വിട്ടുകളയുക, പാപങ്ങളെ വിട്ടുകളയുക, ഇതാണ് ആശയം. അപ്പൊ അവിടെ നിന്ന് ദുർമാർഗ്ഗങ്ങളെ വിട്ട് ദൈവത്തോട് അപേക്ഷിച്ചാൽ മഴ പെയ്യാതിരുന്ന ദേശത്ത് ദൈവം എന്ത് ചെയ്യും? മഴ പെയ്യിക്കും. അവിടെ ധാന്യങ്ങൾ വളരും, അവിടെ സമൃദ്ധി ഉണ്ടാവും, അവിടെ അവര് അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ആശയം. ഓക്കെ, സങ്കീർത്തനം 119:11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിച്ച വിഷയം എന്താണ്? ജനം പാപം ചെയ്തു ദൈവത്തിന്റെ ശാപവും കോപവും എല്ലാം വരുന്നു, അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അപ്പം ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം. നമ്മളാരും ഇനി 2024 മെയ് 19 മുതൽ നമ്മളാരും ഇനി അകൃത്യം ചെയ്യുന്നവരാകരുത്, പാപം ചെയ്യുന്നവരാകരുത്, അറിഞ്ഞുകൊണ്ടും ചെയ്യരുത്, അറിയാതെയും ചെയ്യരുത്. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്? റെമഡി എന്താ? വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ചുമന്നുകൊണ്ട് കിടക്കുന്നവരുമാകാതെ യാക്കോബ് എന്താ പറയുന്നത്? വചനം പ്രവർത്തിക്കുന്നവരായിരിക്കുക. മറിയ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കും. മറിയ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നാം വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം ഇങ്ങനെ ഉരുവിടണം. പശു പുല്ലും വൈക്കോലൊക്കെ തിന്നിട്ട് പോയി കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പശു മാക്സിമം പുല്ല് തിന്നും. അവിടെ വളപ്പി കൊണ്ടുവച്ചാൽ മാക്സിമം അത് പുല്ല് തിന്നും. വെട്ടി തിന്നും. എന്നിട്ട് വന്ന് കിടന്നിട്ട് എന്താ ചെയ്യുക? അത് തിരിച്ചെടുത്ത് ചവച്ചരച്ച് അത് പൾപ്പാക്കി മാറ്റി കഴിയുമ്പോഴാണ് അതിൽ നിന്ന് ഊർജവും എൻസൈമൊക്കെ കിട്ടുന്നു. ഇതേപോലെ വചനം വായിക്കണം. ഞാൻ 2-3 മാസം മുമ്പ് പറഞ്ഞ പോലെ വചനം വായിച്ചു വളർന്നാൽ വിളയും, വചനം വായിക്കാതെ വളർന്നാൽ വളഞ്ഞു പോവും. ധാരാളം വചനം വായിച്ചാൽ വളരും. ഇപ്പൊ വചനം വായിച്ച് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് കാറിലിരിക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ ആ വചനം ഇങ്ങനെ അയവിറക്കി അതിൻ്റെ മാധുര്യം അനുഭവിക്കണം. ആ വചനം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ആ വചനത്തിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത്? ആ വചനം എന്നെ എങ്ങനെ സ്വാധീനിക്കും? അതുകൊണ്ട് വചനം സംഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വചനം സംഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ കാർ ഓടിക്കുമ്പോൾ ചിന്തിക്കുന്നത് ബിസിനസ്സിൽ എങ്ങനെ പണമുണ്ടാക്കാമെന്നായിരിക്കും, എങ്ങനെ മക്കളെ പഠിപ്പിക്കാമെന്നായിരിക്കും, എങ്ങനെ മറ്റ് ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കാമെന്നായിരിക്കും. അപ്പോൾ ഞാനൊരു പക്ഷേ നിന്നോട് പാപം ചെയ്യും. കാരണം ബിസിനസ്സിൽ ഞാൻ താഴ്ന്നു പോകുമെന്നറിഞ്ഞാൽ ഒന്ന് കൈക്കൂലി കൊടുക്കാനൊരു പ്രേരണ എനിക്ക് വരും. കൈക്കൂലി കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒന്ന് മദ്യപിക്കാനുള്ളൊരു പ്രേരണ എനിക്ക് വരും. മദ്യപിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വേറെ ചില കാര്യങ്ങൾക്കും കൂടിയുള്ള പ്രേരണ വരും. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദുർമാർഗങ്ങളെ വിട്ടൊഴിഞ്ഞ് ദേശത്തിന് സൗഖ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ മഴ പെയ്ത് ധാന്യങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവസ്വർഗത്തിൽ നിന്ന് നമ്മളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ദേശം ദൈവത്താൽ പിടിക്കപ്പെടണമെങ്കിൽ, ഈ ദേശത്തെ വ്യാധികളെല്ലാം മാറണമെങ്കിൽ, ഈ ദേശം ആത്മീയമായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നാം വചനം വായിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദുർമാർഗങ്ങളെ വിട്ടൊഴിയുന്നവരും ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുന്നവരും
ധാരാളം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ദൈവം ഈ വൃക്ഷത്തിനെ ഫലമില്ലാത്ത വൃക്ഷമായി കണ്ട് അതിനെ വെട്ടിക്കളഞ്ഞ് തീയിലിടാൻ ഇടവരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എൻ്റെ ദൈവമക്കളെ നമുക്കൊരുമിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കും. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. എൻ്റെ സൽപ്രവൃത്തികളെ കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഒരിക്കലും മറ്റുള്ളവർക്കൊരു ഭാരമായി തീരരുത്. ഞാൻ മൂലം ആരും വേദനിക്കരുത്, പ്രത്യേകിച്ച് എൻ്റെ സൃഷ്ടാവ് വേദനിക്കരുത്. ഞാൻ മൂലം എൻ്റെ ജീവിത പങ്കാളി വേദനിക്കരുത്, എൻ്റെ മക്കൾ വേദനിക്കരുത്, എൻ്റെ നെയ്ബേഴ്സ് വേദനിക്കരുത്, എൻ്റെ സഹപ്രവർത്തകർ വേദനിക്കരുത്. ഞാൻ മൂലം എല്ലാവരും എന്ത് ചെയ്യണം? സന്തോഷിക്കപ്പെടണം, എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. അതിന് എന്നെ ഒരു ഉപകരണമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ തെറ്റുകൾ ചെയ്തവരാണ്. ഒരു തെറ്റല്ല, അനേകം തെറ്റുകൾ ഞങ്ങൾ ചെയ്തു. പല തെറ്റുകളെയും നിസ്സാരമാക്കി ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുക. എന്നാൽ ഞങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുക, വചനത്തെ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് എപ്പോഴും ദൈവത്തോട് അപേക്ഷിച്ച് പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുവാനും ദൈവത്തിൻ്റെ ആ വേലയിൽ ശുഷ്കാന്തിയുള്ളവരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളാവരുത്. ഞങ്ങളിൽ നിന്ന് 100 മേനി ഫലം ലഭിക്കത്തക്ക വിധത്തിൽ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.